കുനാഫ, കണ്ണൂരപ്പം, പഴംപൊരി, 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 ഉള്ളിയപ്പം, സമൂസ, ഇലയട, ഉള്ളിവട, അരിയുണ്ട, ഉണ്ണിയപ്പം, പഴംപൊരി, അരിയുണ്ട, കട്ട്ലേറ്റ്, ബനാനപ്പോൾ, ഇലയട, കൽത്തപ്പം, ലൗലി, ഉണ്ണിയപ്പം, അരിയുണ്ട, മോൻ്റെ സ്കൂളിൽ പലഹാരമേളയായിരുന്നു. അപ്പോൾ ഞാൻ ഉണ്ടാക്കി കൊടുത്തത് കുനാഫ പുഡിംഗ് ആണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നൂൽസേമി എടുക്കുക. നൂൽസേമി നന്നായിട്ട് കൈകൊണ്ട് ഇതുപോലെ നല്ല ചെറുതാക്കി എടുക്കുക. എന്നിട്ട് അത് ഒരു പാത്രത്തിൽ നല്ല കട്ടിയുള്ള ഒരു പാത്രം എടുത്തിട്ട് അതിൽ നെയ്യ് ചേർത്തിട്ട് നന്നായി വറുത്തെടുക്കുക. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. അപ്പോൾ 2 ടീസ്പൂൺ നെയ്യ് ചേർക്കുക. എന്നിട്ട് അതിൽ ഈ നൂല് ആക്കിയത് നമ്മൾ ഉടച്ചെടുത്ത സേമി അതിലിട്ടിട്ട് വറുത്ത് പോരുക. അധികം സമയം വെക്കരുത്, കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ വറുത്ത് കോരണം. എന്നിട്ട് ഇത് വറുത്ത് കോരിയതിന് ശേഷം നമ്മൾ ഈ പാന് ക്ലീൻ ആക്കിയതിൻ്റെ ശേഷം ഈ പാൻ തന്നെ വെച്ചിട്ട് നമുക്ക് ഇതിലേക്കുള്ള ഫില്ലിങ്സ് റെഡിയാക്കാം. സേമി ഞാൻ വറുത്ത് കോരി ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് പാത്രം. എന്നിട്ട് അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു പാക്കറ്റ് മിൽമ പാലാണ്. ഈ പാല് നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ചീസ് ചേർത്ത് കൊടുക്കാം. ചീസ് ഇവിടെ ഷീറ്റായിട്ട് കിട്ടുന്ന ചീസാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇത് ചേർത്തിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇനി മധുരത്തിന് വേണ്ടിയിട്ട് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോണത് നമ്മളെ മിൽക്ക് മെയ്ഡാണ്. പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചേർക്കുന്നത് മിൽക്ക് മെയ്ഡാണ്. മിൽക്ക് മെയ്ഡ് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ പഞ്ചസാര ചേർത്താലും മതി. പിന്നെ അത് കൈയെടുക്കാതെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. പിന്നെ അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കോൺഫ്ലവർ പൊടി എടുത്തിട്ട് പാലിൽ മിക്സ് ചെയ്യുക. 2 ടീസ്പൂൺ വലിയ ടീസ്പൂൺ കോൺഫ്ലവർ പൊടി എടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് പാലെടുത്തിട്ട് അതിൽ മിക്സ് ചെയ്തിട്ട് ഈ മിക്സ് ഇതിലേക്ക് ഇങ്ങനെ കുറച്ചിച്ച് ചേർത്തിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതിങ്ങനെ കട്ടിയായിട്ട് വരും. അപ്പോൾ അധികം കട്ടിയാവരുത്, നമുക്ക് ഒഴിക്കാൻ പറ്റുന്ന കൺസിസ്റ്റൻറ്റിയിൽ തന്നെ ആയി കിട്ടണം. ഇങ്ങനെ ഇളക്കി കൈ എടുക്കാതെ ഇളക്കുമ്പോൾ നമുക്കിതിങ്ങനെ കട്ടിയായി വരുന്നതായിട്ട് കാണാം. ഏകദേശം കട്ടിയായി വന്നിട്ടുണ്ട്. ഇത് ഇനി നമുക്ക് ഇറക്കി വെച്ചിട്ട് നമുക്ക് ഇനി ഇതിലേക്ക് വേറെ ഒരു ഇതും കൂടി ഉണ്ടാക്കണം. അതായത് പഞ്ചസാര സിറം ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിൽ 2 വലിയ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ഇനി ഇത് മെൽറ്റാക്കി എടുക്കണം. ഇനി ഇത് നമ്മളെങ്ങനെ സെറ്റ് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ഒരു പാത്രം എടുക്കുക, അടികട്ടിയുള്ള ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ആദ്യം നമ്മൾ വറുത്ത് വെച്ച സേമി ഇട്ടെടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ഫില്ലിങ്സ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് വീണ്ടും അതുപോലെ ഇങ്ങനെ ലെയറുകളാക്കിയിട്ട് ഇങ്ങനെ ചെയ്തെടുക്കുക. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇൻഷാ അല്ലാ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ ഇത് ഫുള്ള് ഇങ്ങനെ റെഡിയാക്കിയതിൻ്റെ ശേഷം നമുക്ക് ഏത് നട്ട്സാണുള്ളത് അത് മുകളിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായി തണുപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോഴാണ് ഇത് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. ഈസി റെസിപ്പിയാണ്. ഇഷ്ടപ്പെട്ടാൽ എന്തായാലും പറയണേ, കമൻറ്റിലൂടെ അറിയിക്കണേ. എല്ലാവരും ചെയ്ത് നോക്കണം, വളരെ ടേസ്റ്റുള്ളതാണ്. അപ്പോൾ ഇത് സ്കൂളിൽ കൊണ്ടുപോയിട്ട് ടീച്ചർ അഭിപ്രായം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്നാണ്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. ബൈ, സീ യു.